എല്ലാവരും അങ്ങ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. എനിക്ക് DM ആയിട്ടും കമന്റിലൊക്കെ ഒരുപാട് പേരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. അതായത് നമുക്ക് ഈ 2025 എൻഡ് ആയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും കിഡിലും ഫ്ലാഗ്ഷിപ്പ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? OnePlus 15, iQOO 15, Vivo X300 സീരീസ്, ഒപ്പോടെ Find X9 സീരീസ്. സത്യം പറഞ്ഞാൽ ഈ ഫോണുകൾ എല്ലാം, അതായത് 4 സീരീസിൽ വരുന്ന ഫോണുകളും എല്ലാം കിഡിലും അടിപൊളി ഫോണുകളാണ്. ഇതിന്റെ സ്പെക്ക് ആയാലും എല്ലാം ടോപ്പ് നോച്ച് ഫ്ലാഗ്ഷിപ്പ് സ്പെക്കുകളാണ് എല്ലാ ഫോണിലും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇനി മെയിൻ കൺഫ്യൂഷൻ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഫോൺ, അതായത് ഏതൊക്കെ ഫോൺ ആർക്കൊക്കെ എന്നുള്ളതാണ് മെയിൻ കൺഫ്യൂഷൻ. ഈ 4 സീരീസ് ഫോണുകൾ സ്പെസിഫിക് ആയിട്ടാണ് ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഫോട്ടോഗ്രാഫി സ്പെസിഫിക് ആയിട്ടും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുമാണ് 4 സീരീസും ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഈ iQOO 15 ഒഴിച്ച് ബാക്കി 3 സീരീസിലെ എല്ലാ ഫോണുകളും ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. iQOO 15 ഞാൻ എത്ര നോക്കിയിട്ട് മറ്റേ കയ്യിൽ കിട്ടിയില്ല. സോ നിങ്ങൾ തന്നെ ഈ ബ്രാൻഡുകളുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോ ഫോണും സ്പെസിഫിക്, അതായത് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഏതാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഫോൺ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റെന്റെ ആസ്പെക്റ്റിൽ അത് മോശമാണെന്നല്ല. പക്ഷേ ഓരോ ഫോണും ഓരോ ആസ്പെക്റ്റിൽ ശരിക്കും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട് ഈ 4 ഫോണുകൾ. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫി ആണ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്നുകിൽ ഒപ്പോ Find X9 സീരീസ് അല്ലെങ്കിൽ വിവോയുടെ X300 സീരീസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നോക്കാം. 2 സീരീസിന്റെയും ബേസ് വേരിയന്റ് ആണെങ്കിലും ടോപ്പ് എൻഡ് വേരിയന്റ് ആണെങ്കിലും എല്ലാം കിഡിലാണ്. രണ്ടിനകത്തും Dimensity 9500 ചിപ്സെറ്റ് ആണ് വരുന്നത്. UFS 4.1 സപ്പോർട്ട് വരുന്നുണ്ട്. ആ 2 സീരീസ് ഫോണുകളുടെയും ക്യാമറ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. വിവോ X300 വരുമ്പോഴത്തേക്ക് ഇമേജ് പ്രോസസിംഗിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ചിപ്സെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആണ് വിവോ X300 ഫോട്ടോ. 2 മോഡലിന്റെയും പ്രോ മോഡലുകൾക്ക് എക്സ്ട്രാ ലെൻസ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ Find X9 സീരീസിനകത്ത് ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. ബിക്കോസ് 7000 mAh സീരീസ് ബാറ്ററികൾ വരുന്നുണ്ട്. X300 പോകുമ്പോഴേക്ക് 6000 mAh ആ സീരീസിലാണ് ബാറ്ററി പോകുന്നത്. പക്ഷേ പേഴ്സണലി എന്റെ അഭിപ്രായത്തിൽ ക്യാമറ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് കൊടുക്കുന്നത് X300 ആണ്. ബിക്കോസ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടും കുറച്ചുകൂടെ ആക്യുറസിയിലും AI എല്ലാം വർക്ക് ചെയ്യുന്നത് X300 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒപ്പോ Find X9 സീരീസിലോട്ട് പോകുമ്പോഴത്തേക്ക് AI ഒക്കെ കുറച്ച് അതിപ്രസരമായിട്ട് വരുന്ന പോലെ, കുറച്ച് ഓവറായിട്ട് AI പ്രോസസിംഗ് നടക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഈ 2 ഫോണും പെർഫോമൻസിനകത്ത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയിലാണ്. ഇനി പെർഫോമൻസ് ഫോണിലേക്ക് പോയാൽ നമുക്ക് OnePlus 15 ഉണ്ട്, iQOO 15 ഉണ്ട്. ഇതിനകത്ത് OnePlus 15 ഞാൻ യൂസ് ചെയ്ത് നോക്കി, കിഡിലും ഫോണാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, പറന്ന് നിൽക്കുന്ന പക്ക പെർഫോമൻസ് ആയിട്ടുള്ള ഫോൺ. രണ്ടിനകത്തും സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 ചിപ്സെറ്റ് ആണ് വരുന്നത്. UFS 4.1 വരുന്നുണ്ട്. OnePlusലും iQOOലും 50 മെഗാ പിക്സലിലും 3 മോഡ്യൂൾ ക്യാമറാസ് ആണ് വരുന്നത്. 2 ഫോണും ഹൈ പ്രഷർ, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരെയാണ്. പിന്നെ സ്പെക്ക് വെച്ചിട്ട് മറ്റു റിവ്യൂസിന്റെ റിവ്യൂ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് iQOOന്റെ ഡിസ്പ്ലേ OnePlus വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്നാൽ ഇത് രണ്ടും പെർഫോമൻസിനകത്ത് കിടിലമാണെന്ന് വെച്ചിട്ട് ഫോട്ടോഗ്രാഫിയിൽ തീരെ മോശമാണെന്നല്ല, പക്ഷേ ഇത് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. സോ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ഒപ്പോടെ പെർഫോമൻസ് ഫോണായിട്ട് OnePlus 15ഉം ഫോട്ടോഗ്രാഫി ഫോണായിട്ട് Find X9 സീരീസും ആണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ വിവോയുടെ പെർഫോമൻസ് ഫോണായിട്ട് iQOO 15ഉം ഫോട്ടോഗ്രാഫി ഫോണായിട്ട് X300 സീരീസും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനിയിപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ പലർക്കും പല ബ്രാൻഡുകളോടും ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതും ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നോക്കുക. ഇപ്പോൾ സ്പെക്കിന്റെ കാര്യങ്ങൾ മീൻസ് ഓരോ ഫോൺ എന്തിനാണെന്നുള്ള ഞാൻ പറഞ്ഞു, അതും വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഫോൺ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.